പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 21 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ധ്യാനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് തന്നെ കയറിപ്പോകുന്ന മനുഷ്യപുത്രനായ ഈശോയെക്കുറിച്ച് ഈശോ ഇവിടെ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ ചിന്തിക്കുന്നത്. ഈശോ പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. തന്റെ സഹനത്തെക്കുറിച്ചാണ് ഈ ഉയർത്തപ്പെടൽ എന്ന് ഈശോ പറയുന്നത്. കുരിശിൽ ഉയർത്തപ്പെടുന്നു. പക്ഷെ ആ കുരിശിൽ ഉയർത്തപ്പെടുമ്പോഴാണ് നസ്രത്തുകാരനായ ഈശോ ലോകരക്ഷകനായ ക്രിസ്തു ആയി മാറുന്നത് എന്നും നമുക്കറിയാം. ലോകം രക്ഷിക്കാൻ വേണ്ടി താൻ സഹിക്കേണ്ടിയിരിക്കുന്നു, മരിക്കേണ്ടിയിരിക്കുന്നു, ആ രീതിയിൽ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് ഈശോ തൻ്റെ കേൾവിക്കാരോട് പറയുകയാണ്. ഉയർത്തപ്പെടുക എന്നത് സൂചിപ്പിച്ചതുപോലെ ഒരു സിംഹാസനത്തിലോ പദവികളിലോ അല്ല, മറിച്ച് കുരിശിലാണ്, സഹനത്തിലാണ്. ഈശോ പറഞ്ഞതിനെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഈശോ പിന്നീട് തൻ്റെ വരാനിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈശോയുടെ ഉയർത്തപ്പെടൽ ഒരു പദവിയിലുള്ള ഉയർത്തപ്പെടലല്ല, ഒരു സിംഹാസനത്തിലുള്ള ഉയർത്തപ്പെടലല്ല, ആളുകളുടെ വാക്കുകളിലുള്ള ഉയർത്തപ്പെടലല്ല, മറിച്ച് കുരിശിൽ ഉയർത്തപ്പെടുകയാണ്, സഹനത്തിലാണ് ഉയർത്തപ്പെടുന്നത്. ഈശോയെ പോലെ നമ്മളും വിഷമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, കുരിശുകളിൽ ഉയർത്തപ്പെട്ട് അവഹേളന പാത്രങ്ങളാകുമ്പോൾ, അകാരണമായി സഹിക്കേണ്ടി വരുമ്പോൾ മറ്റാർക്കൊക്കെയോ അത് രക്ഷയാവുകയാണ് എന്നുള്ളതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം. ഈശോ സഹിച്ചതും മരിച്ചതും ഈശോയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. ഈശോയുടെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലമെടുത്തതും ഫലം കിട്ടിയതും ലോകം മുഴുവനുമാണ്. അതുപോലെ നമ്മളും സഹിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ മറ്റൊരാൾക്ക് അത് അനുഗ്രഹമാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ സഹനം മറ്റൊരു പാപിയുടെ മാനസാന്തരത്തിന് കാരണമാകുന്നു. നമ്മുടെ വിഷമങ്ങൾ നമ്മളത് കൃതജ്ഞതയോടെ സ്വീകരിക്കുമ്പോൾ അത് മറ്റൊരാളുടെ ആത്മീയ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. മാതാപിതാക്കൾ ഒരുപക്ഷെ മക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഫലം മക്കൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഒരാളെടുക്കുമ്പോൾ സഹിക്കുമ്പോൾ സഹോദരങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നു. ജീവിത പങ്കാളി സഹിക്കാൻ തയ്യാറാകുമ്പോൾ മറ്റേ ജീവിത പങ്കാളിക്ക് അതിൻ്റെ ഫലം കിട്ടുന്നു, സുഹൃത്തുക്കൾക്ക് ഫലം കിട്ടുന്നു. സന്തോഷത്തോടെ സഹനങ്ങളെ ഈശോ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുമ്പോൾ നമ്മൾ സഹിക്കുന്ന ഓരോ സഹനത്തിനും വലിയ ഫലവും അനുഗ്രഹവും ഒരുപക്ഷെ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈശോ ഇന്ന് നമ്മളോട് പറയുന്ന സത്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സന്തോഷത്തോടെ സഹനങ്ങളെ സ്വീകരിക്കാനും അത് ഞങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഉപകാരമാകും എന്ന വലിയ ബോധ്യത്തിൽ അതിനെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി കാണുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.